നമസ്കാരം, വണക്കം, വന്ദനം. കോമഡി മാസ്റ്റേഴ്സിന്റെ 600ാമത് എപ്പിസോഡിന്റെ ആഘോഷത്തിന്റെ ഭാഗമായി ഞങ്ങള് ഒരു അവാർഡ് നൈറ്റ് ഇവിടെ ഒരുക്കിയിരിക്കുകയാണ്. അത് തന്നെയാ. ഒട്ടനവധി അവാർഡ് നൈറ്റുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, അതൊക്കെ നിങ്ങളെ അമ്പരപ്പിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് ഞങ്ങൾ ഇത് ഒരുക്കിയിരിക്കുന്നത്. മികച്ച നടൻ, മികച്ച നടി, മികച്ച കൊമേഡിയൻ, മികച്ച വില്ലൻ, മികച്ച സപ്പോർട്ടിംഗ് ആക്ടർ, ഇങ്ങനെയുള്ള ആക്ടേഴ്സിനാണ് നിങ്ങൾ അവാർഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികൾ ചെയ്തിരിക്കുന്ന കലാകാരന്മാർക്ക് കൊടുക്കുന്ന അവാർഡാണ് വെറൈറ്റി അവാർഡ് നൈറ്റ്സ് 2024. അപ്പോ നമുക്ക് കാറ്റഗറിയിലേക്ക് പോവാം അല്ലെ പ്യൂപ്പ? യെസ്, ഞങ്ങളെ പരിചയപ്പെടുത്താൻ വിട്ടുപോയി. ഐ ആം പ്യൂപ്പ, ദിസ് ഈസ് പ്യൂപ്പി. അപ്പൊ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് മികച്ച വസ്ത്രദാനത്തിനുള്ള അവാർഡാണ്. വസ്ത്രദാനം ആണ്, വസ്ത്രധാരണമല്ല. മികച്ച വസ്ത്രദാനത്തിനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നത് മറ്റാർക്കും അല്ല, മലയാളത്തിന്റെ സുന്ദരി, മലയാളത്തിന്റെ നാടൻ പെണ്ണ് നവ്യ നായർ. മികച്ച വസ്ത്രദാനം. കല്യാണരാമനിൽ താൻ ഉപയോഗിച്ച ചുരിദാർ ചതിക്കാത്ത ചന്തുവിൽ തന്റെ കൂട്ടുകാരിക്ക് ദാനം നൽകാൻ കാണിച്ച വലിയ മനസ്സിന് ശ്രീമതി നവ്യ നായർ കരസ്ഥമാക്കുന്നു മികച്ച വസ്ത്രദാനം 2024. ഇത് ആർക്കും കിട്ടുന്ന ഒരു മനസ്സല്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബെസ്റ്റ് വസ്ത്രദാനത്തിനുള്ള അവാർഡ് നവ്യ ചേച്ചിക്ക് കൊടുത്തത്. ഇനി നമുക്ക് അടുത്ത അവാർഡിലേക്ക് പോവാം. അടുത്ത അവാർഡ് ബെസ്റ്റ് സർപ്രൈസ് ആക്ടർ. വിഷ്വൽ പ്ലീസ്. സർപ്രൈസ് ആക്ടർ. മാസ്റ്റർ ഡയറക്ടർ ജിത്തു ജോസഫിന് ദൃശ്യത്തിലെ ജോർജ് കുട്ടിയെ കൊണ്ട് പലതും മറച്ചുവെക്കാൻ പറ്റി. പക്ഷേ ലൈഫ് ഓഫ് ജോസ് കുട്ടിക്ക് തന്റെ റൂമിൽ ഒരാൾ മറഞ്ഞിരിക്കുന്നത് മറച്ചുവെക്കാനേ പറ്റിയില്ല. യെസ്, ദി സർപ്രൈസിംഗ് ആക്ടർ പ്രണവ് മോഹൻലാൽ. ഇങ്ങനെ ശ്രദ്ധിച്ച് വളരെ ഗൗരവമായിട്ട് തെരഞ്ഞെടുത്ത അവാർഡാണ് വെറൈറ്റി അവാർഡ് നൈറ്റ്സ് 2024. അങ്ങനെ ഞങ്ങളുടെ കാറ്റഗറിയിലുള്ള അവാർഡ് നിർണയങ്ങളും ദാനങ്ങളും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നിങ്ങളിപ്പോ കാണിച്ചവർക്കൊക്കെ ഉള്ളു അവാർഡ്, ഇവർക്കാർക്കും അവാർഡ് ഇല്ലേ? അന്ന് ബിപിൻ ജോർജിന്റെ അവാർഡ് കൊടുക്കാം ആദ്യം. ബിപിൻ ജോർജിനും വെറൈറ്റി അവാർഡ്സ് 2024ന്റെ ഒരു മികച്ച അവാർഡുണ്ട്. അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബിപിൻ ജോർജ് ചോദിച്ചു വാങ്ങിയ അവാർഡാണ്. കൈയടിയോടുകൂടി ബിപിൻ ജോർജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Congratulations. ചോദിച്ചു വാങ്ങിയെന്നുള്ളത് ഒന്ന് കട്ട് ചെയ്ത് വാങ്ങിയെന്നുള്ളത് കട്ട് ചെയ്യാൻ അല്ല, ശുപാർശ ചെയ്തല്ലോ ഞാൻ, അത് മതി. ഞാൻ എന്താണ് എനിക്കുള്ള അവാർഡ്? മികച്ച നടൻ. വിഷ്വല് കാണാം നമുക്ക്. ബ്രിഡ്ജ് ആർട്ടിസ്റ്റ്. താൻ ചെയ്ത ഒട്ടുമിക്ക കഥാപാത്രങ്ങളുടെയും എൻട്രി ഏതെങ്കിലും ഒരു പാലത്തിൽ വെച്ച് ചെയ്ത മലയാളത്തിലെ ഒരേ ഒരു യുവനടൻ. കട്ടപ്പനയിലെ ഋതിക് റോഷൻ, റോൾ മോഡൽ, വെൽക്കം ടു സെൻട്രൽ ജയിൽ എന്നീ ചിത്രങ്ങളിലെല്ലാം പാലത്തിൽ വെച്ച് നടത്തിയ തന്റെ മികച്ച പ്രകടനങ്ങൾക്ക് ശ്രീ ബിപിൻ ജോർജിനെ ബ്രിഡ്ജ് ആർട്ടിസ്റ്റ് 2024 തിരഞ്ഞെടുത്തിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പാലത്തിൽ വെച്ചാണ് ഇദ്ദേഹത്തിന്റെ ഷൂട്ടുകൾ കൈകാര്യം ചെയ്തത്. ശരിയല്ലേ? ശരിയാണ്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വരുന്നത് ബിപിൻ ജോർജ് കേംബ്രിഡ്ജ് ആർട്ടിസ്റ്റ് ആണെന്നാണോ? പ്രചോദേട്ടനെയും കൂടി വേദിയിലേക്ക് ക്ഷണിക്കാം. ലെറ്റ്സ് വെൽക്കം പ്രചോദേട്ടൻ ഓൺ ദി സ്റ്റേജ്. അദ്ദേഹം അഭിനയിച്ച സ്പീഡ് എന്ന സിനിമയില് ഒരു ഗോൾ കീപ്പറാണ്. ഇനി അത് വിഷ്വൽ കണ്ടിട്ട് നമുക്കത് എന്തായിരുന്നു എങ്ങനെയായിരുന്നു കാണാം. കുമ്പിടി അവാർഡ്. സ്പീഡ് എന്ന ചിത്രത്തിൽ ഒരേ സമയം ഗോളിയായി നിൽക്കുകയും അതേസമയം തന്നെ ഗാലറിയിൽ നിന്ന് കൈയടിച്ച് ഗോളിക്ക് സപ്പോർട്ട് കൊടുക്കാനും കാണിച്ച വലിയ മനസ്സിന് ശ്രീ പ്രചോദ് കുമ്പിടി അവാർഡ് 2024 അർഹനായിരിക്കുന്നു. കമലഹാസൻ പോലും ചെയ്യാത്ത കൃത്യമാണ്. ഒരേ സമയം രണ്ട് സ്ഥലത്ത് ഭയങ്കര എക്സ്പ്രഷൻ. അങ്ങനെ എക്സ്പ്രഷൻ കൊടുത്ത ആരും ഇല്ല. എനിക്ക് എങ്ങനെ സംഭവിച്ചു ഈ രണ്ട് വേഷം ചെയ്യാൻ പറ്റിയത്? അത് കുറെ നാളുണ്ടായിരുന്നല്ലോ പടം. ഉണ്ടായിരുന്നു. അത് ആരൊക്കെ എന്താ ചെയ്യുന്ന എല്ലാരും മറന്നുപോയി. ഡബിൾ റോൾ കിട്ടിക്ക്. ഡബിൾ പേയ്മെന്റ് ആയിരുന്നു. ഇതാണ് ജൂറി. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഇത് കണ്ടുപിടിച്ചതും ഈ കറക്റ്റ് ജൂറി മെമ്പർ ആരായിരുന്നു എന്നുള്ളത് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. ജൂറി നിങ്ങളൊക്കെ ഞെട്ടിക്കുന്ന ആളാണ്, മറ്റാരുമല്ല
മലയാള സിനിമയുടെ ആ രാജകുമാരൻ ഗിന്നസ് പക്രു. ഞാനോ അതെ, പക്രു ചേട്ടാ ശരി. കണ്ട സോഷ്യൽ മീഡിയ ഒക്കെ കേറി നിരങ്ങിയിട്ട് ഞങ്ങളെ വെക്കിട്ട് കയറാണല്ലോ ഇപ്പൊ. എന്തായാലും നമ്മുടെ അവാർഡിന് അർഹരായവർക്ക് നമുക്ക് ട്രോഫി കൊടുക്കും. അതെ യെസ് യെസ് പ്ലീസ് തെന്നിന്റെ നായിക തന്നെ കൊടുക്കൂ. അല്ല, ഇടയ്ക്കിടയ്ക്ക് തെന്നാറുണ്ടല്ലോ ഇവിടെ. ആ, കൊടുത്തോളൂ. ഓക്കെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തു പ്രശസ്ത TV ചലച്ചിത്ര ആങ്കർ എലീന പടിക്കൽ. അയ്യേ. അയ്യേ ഓൾറൈറ്റ്, അപ്പൊ വെറൈറ്റി അവാർഡ് 2024 അർഹരായ 2 പേർക്ക് ഞാൻ നൽകുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 3 കാരണം ഇത് ഡബിൾ ആയിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് ഇതാ കൺഗ്രാറ്റുലേഷൻ. ഏയ്.